മറിച്ച് ഇത് പ്രകാശിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിലേക്കാണ്. ആ പ്രകാശമാണ് നമ്മളുടെ ശിഷ്ടജീവിതം. എത്ര കാലമെന്ന് നമുക്കാർക്കും അറിയില്ല. അതിലേക്ക് നയിക്കാനുള്ള പ്രചോദനമാകേണ്ടതും നാളെ പരലോകത്ത് ഉപകാരപ്പെടേണ്ടതും. നമ്മളോട് സ്വന്തം നമ്മളൊരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ എത്ര ക്യാഷ് ഉണ്ട് എന്ന് നമ്മളോട് ചോദിച്ചാൽ, സ്വയം ചോദിച്ചാൽ, ഒരു പക്ഷേ ഭൂരിപക്ഷം വരുന്ന അല്ലെങ്കിൽ ഭൂരിഭാഗം ആൾക്കാർക്കും അതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാവും. ഇത്ര ബാലൻസ് ഇന്ന ബാങ്കിലുണ്ട്, ഇത്ര നാളെ അടുത്ത മാസം അല്ലെങ്കിൽ നാളെ ഇവിടുന്ന് കിട്ടാനുണ്ട്. ഇതെല്ലാം നമ്മൾക്ക് അറിയാം. ഞാൻ അതിനെ കുറ്റപ്പെടുത്തുവാനല്ല ഇത് സംസാരിച്ചത്. മറിച്ച് ഇത്രയും കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെടുന്ന ഓരോ കാര്യങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരാണ് നമ്മളിൽ അധികവും. എന്നാൽ സഹോദരങ്ങളെ, നേരത്തെ ഇവിടെ ഓതിയൊരായത്ത് അത് വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു ആയത്താണ്. സൂറത്ത് ഫുർഖാനിലെ 30-ാമത്തെ ആയത്ത്. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പറയുമ്പം വല്ലാത്ത ഭയമുണ്ട്. നാളെ ഇതേ വേദി റബ്ബ് നമ്മുടെ മുമ്പിൽ, എല്ലാവരുടെയും മുമ്പിൽ ഹാജരാക്കും. അള്ളാഹുവിനെ വല്ലാണ്ട് നമ്മൾ ഭയക്കുന്ന ഒരു ദിവസമാണല്ലോ യൗമൽ ഖിയാമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നമസ്കാരത്തിന് ശേഷവും ആ ഉമ്മത്തിന് വേണ്ടി വല്ലാതെ അള്ളാഹുവിനോട് ദുആ ചെയ്ത, വല്ലാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ് ഖുർആനിൽ അള്ളാഹുവിന്റെ കലാമായി രേഖപ്പെടുത്തപ്പെട്ട ഈ വചനം. അതിൽ പറയപ്പെട്ടത് എന്താണ്? അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന, എന്തു പറയുന്നതാണ് സഹോദരങ്ങളെ? എൻ്റെ രക്ഷിതാവേ, തീർച്ചയായും എൻ്റെ ജനത, ആ ജനത നമ്മളാണ്, മുസ്ലിങ്ങളാണ്, എൻ്റെ ജനത ഈ ഖുർആനിനെ അഗണ്യമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ്. ഈ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ്, സംസാരമാണ്. ആ റബ്ബിന്റെ വചനങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, അഗണ്യമായി അകറ്റിയിരിക്കുന്നു ജീവിതത്തിൽ നിന്നെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണെങ്കിൽ, ഈ പറയുന്ന ഞാൻ അതിൽ ഉൾപ്പെടുമോ, കേൾക്കുന്ന നിങ്ങൾ അതിൽ ഉൾപ്പെടുമോ എന്ന് ചിന്തിക്കേണ്ട നിമിഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഇത്. സഹോദരങ്ങളെ, നമ്മൾ എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മതയോടുകൂടി, വളരെ കരുതലോടുകൂടി ഇടപെടാറുണ്ട്. എന്നാൽ വരാനിരിക്കുന്ന നിത്യമായ ജീവിതം, മരണാനന്തരം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. നമ്മൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട സ്വർഗവും നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നരകവും യഥാർത്ഥത്തിൽ അത് നമ്മളെ കാത്തിരിക്കുകയാണ്. സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ ഞാനും നിങ്ങളും എന്നുള്ളത് തീരുമാനിക്കുന്നത്, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടുന്നത് ഇവിടെ വെച്ച് ചെയ്ത കർമ്മങ്ങളാണ്. അതിൽ ഖുർആനെ കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളും ഇന്നു മുതൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഞാൻ അധികം നീട്ടി പറയുന്നില്ല. ആ തീരുമാനം എന്തെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുക. നാഥ, ഇങ്ങനൊരു വചനം ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ, നാളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്കുനേരെ പറയുന്ന, പ്രഖ്യാപിക്കുന്ന ഈ ഒരു ആയത്ത്, അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എൻ്റെ രക്ഷിതാവേ, ഈ ഉമ്മത്ത്, ഈ മുസ്ലിം ജനത തീർച്ചയായും ഈ ഖുർആനിനെ അഗണ്യമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഞാനും നിങ്ങളും പെടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. എന്താണ് പോംവഴി? എളുപ്പമാണ് സഹോദരങ്ങളെ. ഒരായത്തെങ്കിലും ഖുർആനിൽ നിന്ന് പഠിക്കുവാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്കറിയാം, ഒരുപാട് ഹദീസുകളും ഒരുപാട് ഇതിനെക്കുറിച്ചൊക്കെ കേട്ട് നമുക്ക് തഴക്കവും പഴക്കവും വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളത് ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു ദിവസമായി ഞാൻ കാണാം. ഞാൻ എത്രത്തോളം ഖുർആനുമായി എൻ്റെ ബന്ധം, ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ രാത്രിയിലും ഞാൻ ഖുർആനിന്റെ ഒരു വചനമെങ്കിലും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. മനഃപ്പാഠമാക്കാനല്ല ഞാൻ പറഞ്ഞത്, അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ റബ്ബ് എന്നോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ആകേണ്ടത്, എൻ്റെ ശിഷ്ട ജീവിതത്തിൽ ഈ വായിച്ചത് കൊണ്ട് ഒരു നഷ്ടവുമില്ല, മറിച്ച് വമ്പിച്ച പ്രതിഫലങ്ങളാണ് അതുകൊണ്ട് നമുക്കുള്ളത്.
അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനെ വായിക്കുവാൻ നമ്മൾ തയ്യാറാകും. ഇതുപോലെ എന്നറിയൂ, മാലോകർക്കാകമാനം ദൃഷ്ടാന്തമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബാക്കൾ, ഓരോ സഹാബികളുടെ പേരുകൾ എടുത്തു പറയുമ്പോഴും ആ ഓരോ സഹാബികളും യുണീക്കാണ്. അതിന് തുല്യം വെക്കാൻ വേറൊരു സഹാബി ഇല്ല. എന്നാൽ മറ്റൊരു സഹാബിയുടെ പ്രവർത്തനം നോക്കുമ്പോഴോ അത് അതിനോട് തുല്യം വെക്കാൻ വേറൊന്നുമില്ല. അതുപോലെ ജീവിതത്തിൽ ഒരുപാട് മാതൃകകൾ കാണിച്ചത് നമുക്കറിയാലോ. അബൂ ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയാം. ഹുദാഫ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ആ രാജാവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടു. ഇസ്ലാമിൽ നിന്ന് വിട്ട് ക്രൈസ്തവത സ്വീകരിക്കാൻ വേണ്ടി പറയുമ്പോൾ അതിന് തയ്യാറാകാതെ അവസാന നിമിഷം വരെയും അതിൽ പിടിച്ചു നിൽക്കുമ്പോൾ ശാരീരിക പീഡനങ്ങളും മാനസിക പീഡനങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് അവസാനം എന്താണ്, കണ്ണിന്റെ നേർക്ക് രണ്ട് മനുഷ്യരെ ചുട്ടുതിളയ്ക്കുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയുമ്പോൾ പൊട്ടിച്ചിതറുന്ന എല്ലുകളും കരിഞ്ഞു വീഴുന്ന മാംസകഷ്ണങ്ങളും കണ്ടിട്ട് പോലും ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സലിഞ്ഞിട്ടില്ല. ഏതില്? തിരിച്ചു ജീവിക്കാനുള്ള ഒരു മോഹം അദ്ദേഹത്തിന് ഉണ്ടായില്ല. മറിച്ച് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോകണം. അതേ പ്രക്രിയ ചെയ്യുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം എന്താണ്, കരയുന്നത് കണ്ടുകൊണ്ട് രാജാവിന് വിവരം ലഭിക്കുക, തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. താങ്കൾക്ക് മനസ്സിന് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് എന്ത്? എനിക്കൊരു തവണ മാത്രമേ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകാൻ കഴിയൂ എന്നുള്ള വിഷമം കൊണ്ട് മാത്രമാണ് എന്റെ കണ്ണുകൾ നിറഞ്ഞത്, അല്ല നിങ്ങളുടെ ഈ ശിക്ഷ കണ്ടിട്ടല്ല. സഹോദരൻ, നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, പക്ഷെ അവർക്കത് കഴിഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഈ ഖുർആനാണ്, ഈ ഖുർആൻ മാത്രമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബാക്കൾ കാണിച്ച മാതൃകകൾ ഒരുപാടുണ്ട് പറയാം. പക്ഷേ അതുപോലെ എങ്ങ് നമ്മൾ എത്തിപ്പെട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയാൽ ഒടുങ്ങാത്ത നിയമത്തുകൾ തന്നിട്ടുണ്ട്, ഒരുപാടുണ്ട്. നമ്മുടെ ദിവസത്തിൽ അല്ലെങ്കിൽ രാത്രിയിൽ ഒരല്പനേരം, ഒരു 10 മിനിറ്റെങ്കിലും, 5 മിനിറ്റ് വേണ്ടല്ലോ ഒരു ആയത്ത് വായിക്കാൻ. ഇത് ആയത്ത് വായിച്ചു പോകലല്ല, ഈ വിശാലമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച രക്ഷിതാവിന്റെ വചനങ്ങൾ വായിക്കാൻ സൗഭാഗ്യമുണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നാഥ, ഞങ്ങളെ നീ അത്തരത്തിൽ നിന്റെ ഖുർആനുമായി ഇണങ്ങിച്ചേർന്ന് മരണാനന്തരം വരെ ഞങ്ങൾ ആ രീതിയിൽ ദിവസവും ഖുർആനിലെ ആയത്തുകളെ പഠിക്കുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ. സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് തീരുമാനമെടുക്കണം. ഇനിയുള്ള ജീവിതം എത്ര നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ഒരായത്തെങ്കിലും ഒരായത്ത് അതിനർത്ഥസഹിതം മനസ്സിലാക്കി ജീവിതത്തിൽ പിൻപറ്റാൻ അത് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സംരംഭങ്ങളാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും അത്തരത്തിലുള്ളൊരു മാറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ആശംസ പ്രസംഗത്തിനൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നേരത്തെ വാക്കുകളിൽ വന്ന ഒരു തെറ്റാണ്. നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഡയറക്ടർ അല്ല, മറിച്ച് റിയാദിലെ ദാവ പ്രവർത്തനങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു എളിയ പ്രവർത്തകനാണ്. പിന്നീട് നമ്മളിവിടെ നടക്കുന്ന പല ക്ലാസ്സുകളും റിയാദിന്റെ പല പോക്കറ്റുകളിലായിക്കൊണ്ട് 8ഓളം പോക്കറ്റുകളിൽ ഈ ഖുർആൻ പഠിക്കുവാനും ഹദീസ് പഠനത്തിനും വേണ്ടിയുള്ള സൗകര്യങ്ങളുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന നിയമത്തുകളാണെന്ന് മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള അവസരങ്ങളെ എത്രയും കഴിവിന്റെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. ബത്തയിലും മലസിലും ഒലയിലും സുലയിലും ഓൾഡ് സനയിലും ഷിഫയിലും നസീമിലും റൗദയിലും ഒക്കെ പല ദിവസങ്ങളിൽ പല സമയങ്ങളിലായി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കൗണ്ടറിൽ അന്വേഷിച്ചാൽ സമയവും അതേപോലെ തന്നെ ദിവസവും നിങ്ങൾക്ക് അറിയാൻ കഴിയും. എല്ലാം പറഞ്ഞു പോകുമ്പോൾ ഓർത്തിരിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് ആ ഇത് പറഞ്ഞത്. 8 സ്ഥലങ്ങളിൽ നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഫാമിലി ക്ലാസ് ഉണ്ട്, ബാച്ചിലേഴ്സ് ക്ലാസ് ഉണ്ട്, സ്ത്രീകൾക്ക് മാത്രമായുള്ള ക്ലാസ്സുകളുണ്ട്. അതുപോലെ നമുക്ക് 2 മദ്രസകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് നസീം ഏരിയയിലാണ്, അത് ശനിയാഴ്ച രാവിലെ 7:30 തൊട്ട് 1:30 വരെ പ്രവർത്തിക്കുന്നു. ഓൾഡ് സനയില് 2:30 തൊട്ട് 5:30 വരെ ഫ്രൈഡേ വെള്ളിയാഴ്ച ക്ലാസ്സുകളുണ്ട്, മദ്രസയുടെ ക്ലാസ്സുകൾ. സഹോദരങ്ങളെ, ഈ അവസരങ്ങളെ നമ്മൾ ഉപയോഗിക്കുക, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. ഈ കൂട്ടായ്മ വെറുതെ കൂടി പിരിഞ്ഞു പോകുന്നതല്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഉപകാരപ്പെടുന്ന രീതിയിൽ ആക്കുവാൻ ഞാനും നിങ്ങൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നിവിടെ ഒരുമിച്ച് കൂടിയവർക്ക് ആ സൗഭാഗ്യം നൽകുമാറാകട്ടെ. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അവന്റെ കലാമായ ഖുർആനെ ഒരായത്തെങ്കിലും ഒരു ദിവസം വായിക്കുവാൻ, ഒരു 10 മിനിറ്റ് അതിനുവേണ്ടി ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ പരലോകം ധന്യമാക്കുവാൻ നമുക്ക് സാധിക്കുമാറാകുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് നിർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.